ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹി എയർ പൊല്യൂഷനൊക്കെ ആയിട്ട് റീസെൻ്റ്ലി ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ടേമിനെ പറ്റിയിട്ടാണ്. എന്താണത്? ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. ഓക്കെ, നമുക്കറിയാം ഡൽഹിയിൽ ഏകദേശം ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു ടൈമിൽ, അതായത് വിൻ്റർ സീസണിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാകാറുണ്ട് അല്ലേ? നമ്മുടെ ന്യൂസിൽ കൂടെ ഒരുപാട് ഫോട്ടോസിൽ കൂടെയൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് ഡൽഹിയിലെ എയർ പൊല്യൂഷൻ. സോ ആ സമയത്ത് എംപ്ലോയ് ചെയ്യുന്ന ഒരു പ്ലാനാണ്, ഒരു ആക്ഷൻ പ്ലാനാണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. ഓക്കെ, ബേസിക്കലി എന്താണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഈ വാക്കിൽ നിന്ന് തന്നെ നോക്കുക, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ. ഓക്കെ, സോ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്ലാനാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ ഇറക്കി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ പൊല്യൂഷന് വേണ്ടിയിട്ടുള്ള, എയർ പൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തന്നെയാണ്. പക്ഷേ ഗ്രേഡഡ് എന്താണ്? ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ പൊല്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമ്മുടെ ഈ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് വെച്ചാന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ റേഞ്ച് അനുസരിച്ച് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും ഓരോ കാര്യങ്ങളും. ഇപ്പം ഡൽഹിയിൽ ഇപ്പം നമ്മൾ പറയാണ് ഇന്ന വെഹിക്കിൾസ് മാത്രമേ പുറത്തിറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കമ്പനീസ് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, ഇത്രയും ഇത്രയും പൊല്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും രീതിയിൽ മാത്രമേ നിങ്ങളുടെ കമ്പനീസ് തുറക്കാവൂ, അല്ലെങ്കിൽ ഇന്ന ടൈം പീരീഡിൽ മാത്രമേ തുറക്കാവൂ എന്നൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഗവൺമെൻറ്. സോ അത് ഗ്രേഡഡ് ആയിരിക്കും. അതായത് ഇന്ന രീതിയിൽ മാത്രമേ ഈ ഒരു റേഞ്ച് തൊട്ട് ഈ ഒരു റേഞ്ച് വരെ ഇത്രയുമാണ് എയർ ക്വാളിറ്റി എങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാൻ ഉണ്ടാവും. അങ്ങനെ സോ ബേസിക്കലി എന്താണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ? എ ഫ്രെയിംവർക്ക് ഓഫ് എമർജൻസി മെഷേഴ്സ് ടു ടാക്കിൾ എയർ പൊല്യൂഷൻ അറ്റ് ഡൽഹി NCR. ഇറ്റ് ഈസ് എൻ ആക്ഷൻ പ്ലാൻ ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി ഓഫ് എയർ ഓൺ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എയർ ക്വാളിറ്റി. എയർ ക്വാളിറ്റിയിൽ ഉള്ള ഡിഫറൻസ് കാരണം നമ്മൾ പുറപ്പെടുവിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആരാണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്തത് 2016 ആണ്. അതായത് നമ്മുടെ സുപ്രീം കോർട്ട് ഇൻസിസ്റ്റ് ചെയ്തതനുസരിച്ച് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തു സുപ്രീം കോർട്ടിന്. അങ്ങനെ സുപ്രീം കോർട്ട് ഇത് അപ്രൂവ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് 2017 ഇത് നോട്ടിഫൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അതോറിറ്റി എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ടായിരുന്നു. സോ ഇവരായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ GRAP ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2021 ഗവൺമെൻറ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമപ്രകാരം, ഒരു ആക്ട് പ്രകാരം സ്ഥാപിതമാവുന്ന ഒരു ഓർഗനൈസേഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അങ്ങനെ ഈ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ അതോറിറ്റീനെ റീപ്ലേസ് ചെയ്ത് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സ്ഥാപിതമായി. അതിനുശേഷം നമ്മുടെ GRAPനെ പുറത്തിറക്കുന്ന, അല്ലെങ്കിൽ ഈ GRAPനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആരാണ്? കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ്. ഇവരെങ്ങനെയാണ് ഈ GRAP പുറത്തിറക്കുന്നത്? ഇവർക്കൊരു ഡേറ്റ സെറ്റ് വേണം. ആ ഡേറ്റ സെറ്റ് ഇവരെടുക്കുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡേറ്റയും അതേപോലെ തന്നെ മീറ്റിയോറോളജിക്കൽ ഫോർകാസ്റ്റുകൾ നമ്മുടെ ഇന്ത്യയിലെ പല ഓർഗനൈസേഷൻസ് നടത്തും. അതിൽ 2 ഓർഗനൈസേഷൻസാണ് IMDയും IITMഉം. IITM എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോറോളജി, IMD എന്ന് പറഞ്ഞാൽ ഇന്ത്യ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇവരുടെ 2 പേരുടെയും ഡേറ്റയും എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡേറ്റയും ഉപയോഗിച്ച് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് GRAP പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് സംഭവം. ഇത് ഓരോ സ്റ്റേജസ് ആണ്. അതായത് GRAP സ്റ്റേജ് 1, GRAP സ്റ്റേജ് 2 അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇത് നമ്മുടെ എയർ ക്വാളിറ്റി റേഞ്ചും ഇതോരോ സ്റ്റേജുമാണ്. അപ്പോൾ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ റേഞ്ച്
കൂടുന്നതനുസരിച്ച് നമ്മുടെ എയർ ക്വാളിറ്റി ഡീറ്റീരിയോറേറ്റ് ചെയ്യാണ്, അതായത് എയറിൻ്റെ ക്വാളിറ്റി കുറയാണ്. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്രയും പൊല്യൂട്ടൻസിൻ്റെ 24 hour പീരിയഡിലുള്ള കോൺസെൻട്രേഷൻസ് വെച്ചിട്ടാണ്. അതായത് PM എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്നാണ്. സോ പെർട്ടിക്കുലേറ്റ് മാറ്റർ 10, പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ, ലെഡ്, ഈ 8 പൊല്യൂട്ടൻസ് ബേസ് ചെയ്തിട്ടാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കോൺസെൻട്രേഷൻസ് ഇത്രയും പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും നമ്മുടെ എയർ ക്വാളിറ്റി റേഞ്ചും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതിന് അർത്ഥം എന്താണ്? നമ്മുടെ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഓക്കെ, അപ്പം ഇത് നോക്കിക്കോളുക. ഇപ്പം സ്റ്റേജ് 1 നോക്കണ്ട, പുവർ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 201 to 300 റേഞ്ചിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വന്നെന്നാണ്. ഇത് കൂടി വരുന്തോറും നമ്മുടെ എയർ ക്വാളിറ്റിയും കുറയും. അതായത് കണ്ടോ, വെരി പുവർ ആവും, സിവിയർ ആവും, സിവിയർ പ്ലസ് ആവും, അതായത് വെരി സിവിയർ ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിലെ ഡയറക്ഷൻസിൻ്റെയും തോത് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് സ്റ്റേജ് 1 പുവറിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ വണ്ടികൾ ഓടുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുക, വെഹിക്കിൾസ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നായിരിക്കും. പക്ഷെ അതേസമയം സ്റ്റേജ് 2 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇത്രയും കമ്പനികൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നാവും. അങ്ങനെ ഓരോ സ്റ്റേജ് കൂടുന്തോറും ഈ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ ഇതെന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ഇൻ നേച്ചറാണ്. ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സ്റ്റേജ് 1 അവർ കുറച്ച് ഡയറക്ഷൻസ് പുറപ്പെടുവിക്കുന്നുണ്ടായിരിക്കും ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് ഇത് വെരി പുവർ ആവുമ്പം, അതായത് 301 to 400 ആവുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ സ്റ്റേജ് 1 പുറത്തിറക്കിയ കുറച്ച് ഡയറക്ഷൻസ് ഉണ്ടല്ലോ, അതും കൂടെ സ്റ്റേജ് 2 ഇൻക്ലൂഡഡ് ആവും. അങ്ങനെ സ്റ്റേജ് 4 എന്നൊക്കെ പറഞ്ഞാൽ സിവിയർ ആണ്. ഈ ഓരോ സ്റ്റേജിലും പുറപ്പെടുവിച്ച എല്ലാ കാര്യങ്ങളും കൂടെ സ്റ്റേജ് 4 വരും, പ്ലസ് അഡീഷണൽ കുറച്ച് കാര്യവും കൂടെ വരും, കുറച്ച് ഡയറക്ഷൻസും കൂടെ വരും. അതായത് ഇപ്പം ഇന്ന ട്രക്കുകൾ പാടില്ല എന്ന് സ്പെസിഫിക്കലി ഒക്കെ പറയും. അതാണിപ്പം റീസെൻ്റ് ആയിട്ട് ഡൽഹിയിൽ സ്റ്റേജ് 4 അനൗൺസ് ചെയ്തു. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണ് ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്രയാണ് മെയിനായിട്ടുള്ളത്. നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുക, ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ പുറത്തിറക്കുന്ന അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും CAQM ആണ്, കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിവൈസ്ഡ്, അതായത് ഏതൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് എന്നുള്ള ആ പ്ലാന് റിവൈസ്ഡ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് സെപ്റ്റംബർ 2024 അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇത്രയും പൊല്യൂട്ടൻസിൻ്റെ ബേസിസിലാണ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. സോ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.